തമിഴ്നാട്ടിൽ മികച്ച പോളിംഗ് ആണ് നമ്മളിപ്പോൾ വാർത്തയിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ആര് ജയിക്കും? TVK ജയിക്കുമോ അതോ DMK ജയിക്കുമോ BJP ജയിക്കുമോ? ഇതാണ് നമുക്ക് അറിയാനുള്ളത്. മികച്ച പോളിംഗ് ആണ്. ഇന്നലെ തന്നെ ഒരു ന്യൂസ് വന്നിരുന്നു. DMKയുടെ സ്ഥാനാർത്ഥി മൈലാപ്പൂരിലെ DMKയുടെ സ്ഥാനാർത്ഥി D വേലുവിന്റെ സഹായിയുടെ വീട്ടിൽ നിന്നും 2 കോടി രൂപയാണ് തിരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് കണ്ടുപിടിച്ചത്. D വേലുവിനെ അയോഗ്യനാക്കണമെന്നാണ് പറയുന്നത്. അയോഗ്യനാക്കിയിട്ടില്ല. മാത്രവുമല്ല, ഇന്ന് തന്നെ ജനാധിപത്യത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വോട്ട് ചെയ്ത് ഇറങ്ങുന്നവർ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നവർക്ക് പണം വാഗ്ദാനം ചെയ്യുന്നത്. ഒരാൾക്ക്, അതായത് ഒരു വോട്ടർക്ക് 5000 രൂപയാണ് പണം വാരി എറിയുന്നത്. ചിലർക്ക് കിട്ടിയില്ല എന്നും ചിലർക്ക് കിട്ടിയെന്നും പരാതിപ്പെടുന്നു. എന്തൊക്കെ വിരോധാഭാസമാണ്. ശരിക്കും DMKയുടെ അടിത്തട്ട് ഇളകിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ DMKക്ക് ഇത്ര സംശയം ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്? ഇനി DMKയെ കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം. ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായ തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിനും ഓവർ കോൺഫിഡൻസിലാണ്. കാരണം തങ്ങൾ ജയിക്കും എന്നാണ് പറയുന്നത്. ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ട് തന്നെ കിറ്റുകളും അതേപോലെ ഈ പണമിടപാടും കൊടുക്കുന്നത് തന്നെ എന്ത് വിരോധാഭാസമാണ്. ജയം മുന്നിൽ കണ്ടവരാണെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പണിക്ക് നിൽക്കുന്നത്? അപ്പോൾ ജയമല്ല തോൽവിയാണോ മുന്നിൽ കണ്ടതെന്നാണ് ചോദിക്കേണ്ടി വരിക. ഉദയനിധി സ്റ്റാലിനെ പറ്റിയും മുഖ്യമന്ത്രിയായ സ്റ്റാലിനെ പറ്റി 2 വാക്കുകൾ ഞാൻ പറയുകയാണ്. എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, തിരുപ്പരക്കുണ്ട്രം എന്നൊരു ക്ഷേത്രത്തില് വിശ്വാസികൾക്ക് വിളക്ക് കത്തിക്കാൻ പോലും സമ്മതിക്കാതിരുന്നവരാണ് ഈ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിനും. ഇപ്പോൾ നിങ്ങൾ ഇത് അറിയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈന്ദവ വിരുദ്ധതയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഹിന്ദുക്കളെ കാണുന്നത് തന്നെ ഏതാണ്ട് പണ്ടത്തെ നൂറ്റാണ്ടിലെ തൊട്ടുണ്ടായ്മ പോലെയാണ് ഇപ്പോൾ സ്റ്റാലിന്. ഇതേ സ്റ്റാലിനെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ അയ്യപ്പ സംഗമത്തിന് മുഖ്യ അതിഥിയായിട്ട് ഇവർ ക്ഷണിച്ചത്. എന്തോ ഗാലറി അത്ര ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് സ്റ്റാലിൻ വന്നില്ല. രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അയ്യപ്പ സംഗമത്തില് ആകപ്പാടെ അടിമുടി തെറ്റിയിരിക്കുകയാണ്. ഇനി സ്റ്റാലിനും കൂടി വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒന്നും കൂടി പേരുദോഷം കേൾക്കും. അല്ലെങ്കിൽ തന്നെ DMKയുടെ കാര്യം കട്ടപ്പുകയായിട്ടിരിക്കുകയാണ്. കാരണം മറുവശത്ത് TVK ഉണ്ട്. TVK എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം വിജയുടെ ഒരു പാർട്ടിയാണ്. ആ വിജയുടെ പാർട്ടിനെ തന്നെ തകർക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ AIDMK BJPയുമായിട്ട് ഒരു സഖ്യത്തിലായതുകൊണ്ട് തന്നെ DMKക്ക് നല്ലൊരു ക്ഷീണവും കൂടി വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം DMKനെ ഭയങ്കരമായിട്ട് മോശമായ രീതിയിൽ ബാധിക്കും. പഴയ പോലെ ഒരു ആധിപത്യം തങ്ങൾക്ക് ഇനി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ പണമിടപാടും മദ്യവും കൊടുത്ത് അവിടുത്തെ വോട്ടർമാരെ വശീകരിക്കാൻ നോക്കുന്നത്. ഇപ്പോൾ തന്നെ 40% മേരെ പോളിംഗ് പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയില്ല ഇനി ആർക്കാണ് അവിടെ സ്ഥാനമെന്നുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ജനങ്ങളെ വിഡ്ഢികളാക്കി, അതായത് ജനാധിപത്യത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് അധിക നാള് ആർക്കും നിലനിൽക്കാൻ പറ്റുകയില്ല. എല്ലാവരും ഉറ്റുനോക്കുന്ന തമിഴ്നാട്ടിലെ പോളിംഗ് തന്നെയാണ്. കാരണം DMK എന്ന് പറയുന്നത് ദ്രാവിഡ മുന്നേറ്റ ഘടകമാണ്. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഡയറക്റ്റ് മണി കൊടുക്കുന്നവർ വേണമെങ്കിൽ നമുക്ക് അഭിസംബോധന ചെയ്യാം. കാരണം വിജയക്കൊടി പാലിക്കുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ എന്തിനാണ് അനാവശ്യമായിട്ട് ഓരോ വോട്ടർക്കും ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോ വോട്ടർമാർക്ക് 5000 രൂപ വീതം കൊടുക്കുന്നത്? അപ്പോൾ ശരിക്കും തോൽവിയുടെ മണവും രുചിയും അറിഞ്ഞിട്ടാണോ ഇനി DMK ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പ്രത്യേകിച്ച് D വേലുവിന്റെ സഹായിയുടെ വീട്ടിൽ നിന്ന് 2 കോടി രൂപയോളം പിടിച്ചെടുത്തത്. ഈ 2 കോടി രൂപ പിടിച്ചെടുത്ത് എന്തുകൊണ്ടാണ് D വേലുവിനെ അയോഗ്യനാക്കാത്തത്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇതെല്ലാം ഈ പ്രചരണത്തിന്റെ നിശബ്ദ പ്രചരണത്തിന്റെ അന്ന് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. TVK ആണെങ്കിൽ തകർത്ത് നിശബ്ദ പ്രചരണം ഓൺലൈനിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DMK ആണെങ്കിലോ ഈ വോട്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസത്തിൽ പെടാത്ത കുടുക്കുകളില്ല. പണമിടപാട് കണ്ടെത്തുന്നു, കിറ്റിന്റെ അത് കണ്ടെത്തുന്നു, ജനാധിപത്യത്തെ കാറ്റിൽ പറത്തുന്നു, ഒരാൾക്ക് 5000 രൂപ കൊടുക്കുന്നു കണ്ടെത്തുന്നു. എന്നിട്ടും സ്ഥാനാർത്ഥിനെ അയോഗ്യനാക്കിയിട്ടില്ല. ശരിയാണോ? ഒറ്റ സുപ്രഭാതത്തിൽ അയോഗ്യനാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പണമറിയാതെ അവർക്ക് അവിടെ വിജയം നേടാൻ കഴിയുകയില്ലല്ലോ. പണ്ടും ഒരുപാട് നേരായ മാർഗത്തിലൂടെയല്ല ഇവർ അധികാരത്തിൽ കയറിയേക്കുന്ന എല്ലാവർക്കും പറയാം. കാരണം തമിഴ്നാട്ടിലെ ആളുകളെ സ്വാധീനിക്കാനായിട്ട് പണവും മദ്യവും മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഇപ്രാവശ്യവും തമിഴ്നാട്ടിലെ ജനങ്ങൾ മാറ്റുമോ ഇല്ലയോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും 40%-ത്തിലേറെ പോളിംഗ് കനത്ത സ്ഥിതിക്ക് ഇപ്പോൾ AIDMK BJPയുമായിട്ട് ഒരു സഖ്യം വന്നിട്ടുണ്ട്. ഇനി ആ സഖ്യത്തിനാണോ സാധ്യത എന്ന് നമുക്ക് കണ്ടു തന്നെയാണ്. കാരണം ഹൈന്ദവ വിരുദ്ധരാണ് DMK എന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. ഉദാഹരണം തിരുപ്പരക്കുണ്ട്രം തന്നെയാണ്. ആ തിരുപ്പരക്കുണ്ട്രത്തില് വിശ്വാസികൾക്ക് വിളക്ക് തെളിയിക്കാനായിട്ട് മദ്രാസ് കോടതിയുടെ അനുമതി
തേടേണ്ടി വന്നു. ഒന്നവസ്ഥ ആലോചിച്ച് നോക്കുക, അവിടുത്തെ നാട്ടിൽ ജീവിച്ചു വന്നിട്ട് തന്റെ ഇഷ്ടപ്പെട്ട ദേവന് വിളക്ക് തെളിയിക്കാനായിട്ട് അവിടുത്തെ വിശ്വാസികൾക്ക് അവകാശമില്ല, അത് കൊടുക്കുകയില്ല, അനുമതിയൊക്കെ കാറ്റി തള്ളിയിരിക്കുകയാണ് DMK ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത്രയുള്ള ഒരു വിശ്വാസ സമൂഹം DMK വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്കും തോന്നുന്നില്ല. ഇത് കണ്ടു തന്നെ അത്രയും വിശ്വാസ സമൂഹം AIADMK BJPയുമായി സഖ്യം കൂടി സ്ഥിതിക്ക് ഇനി ആ വോട്ടുകളെല്ലാം മറയുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അതായത് DMK, ഈ വിശ്വാസികളെല്ലാം DMKയുടെ വിശ്വാസികളായിരുന്നിരിക്കാം. ഒരു പക്ഷെ ആ ഒറ്റ സംഭവം കൊണ്ട് DMKയിൽ നിന്നും AIADMKയിലേക്ക് അവർ കൂറുമാറിയിട്ടുണ്ടോ എന്ന് കണ്ടു തന്നെ അറിയാം. കാരണം ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ കാട്ടിക്കൂട്ടിയവരെ ഇനി അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിധി എഴുതാൻ പറ്റുകയുമില്ല. ഇനി നമുക്ക് മെയ് 4-ാം തീയതി മാത്രം കാത്തിരിക്കാം. കാരണം അന്നേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ തമിഴ്നാട് ആര് ഭരിക്കും. BJP സഖ്യമായി ചേർന്ന AIADMK ഭരിക്കുമോ, അതോ വിജയുടെ TVK ഭരിക്കുമോ, അതോ സ്റ്റാലിന്റെ DMK, അതായത് ഡയറക്റ്റ് മണി കൊടുക്കുന്നവർ ഭരിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയാം.